ഇറങ്ങിപ്പോയതാകട്ടെ. ഹലോ, എന്നാ പുറപ്പെടുവാ? എന്നാ പോവാം. വർഷങ്ങളായിട്ടുള്ള പരിപാടിയാണ് ഇപ്പം നമ്മുടെ അത് ചേട്ടനെ കണ്ടത് ഉപകാരം. ഇന്ന് ഓണാക്കാം. പറഞ്ഞു നമ്മളിവിടെ എല്ലാ മതക്കാരും ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ ആദിവാസി അല്ലാതെ എല്ലാ വിഭാഗക്കാരും ഇവിടെ നമ്മുടെ ഈ വാപ്പാറ നേരിട്ടായിട്ടാണ് വരുന്നത്. നമുക്ക് എല്ലാവർക്കും ഇത് വാപ്പാറ അമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിപ്പുറമാണ്. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ വിളിപ്പുറമാണ്. നമ്മൾ എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മനസാക്ഷി അനുസരിച്ച് നമുക്ക് നോയമ്പ് പിന്നെ അവിടെ ചെന്ന് നമ്മൾ ദൈവത്തിനെ നമുക്കറിയാം. ഇവിടെ നിന്ന് കയറിപ്പോകുന്നത് നമ്മുടെ അതുപോലെ വിശ്വാസമാണ്. എല്ലാ ആൾക്കാർക്കും ഇവിടെ വിശ്വാസമാണ്. അതുപോലെ കോടിക്കണക്കിനാണ് ഇവിടെ നിന്ന് എല്ലാ നാട്ടിൽ നിന്നും ഇവിടെ ആൾക്കാർ വരുന്നു. ഉണ്ടല്ലോ ഇവിടെ അവിടെ കാണാം. താമസിച്ച് ചെറിയ പരിപാടി രാവിലെ ഉണ്ടായിരുന്നു. ഞാനിപ്പോ പറഞ്ഞോളൂ, നിങ്ങളെ കണ്ടില്ലല്ലോ. ഹരി ഇതിലേ പോ. കയറാം അതിലേ കയറിക്കോ. അവൻ വരണ്ട, നീ അവനെ ആളുകളിലൊക്കെ ചോദിച്ചിട്ട് നീ കയറി വന്നോളൂ.
അത് ഒരുത്തനും കൂടെ ഉണ്ടായിരുന്നു, കണ്ടില്ല. ആ ഈ സമയത്തായിരുന്നല്ലേ? ആണോ? ആ ആ ആ ഞാൻ ഇന്ന് ശാലം താമസിച്ചു പോയി. നേരത്തെ രാവിലെ വരണം ഓർത്തായിരുന്നു. എന്നോട് ചോദിക്കുന്നതിനെക്കാട്ടി നല്ല ഇവിടെ ആരോടെങ്കിലൊക്കെ ചോദിക്കാൻ മതി. ഇവരെല്ലാ വർഷം വരുന്നു. എനിക്ക് തിരിച്ചു പോരാൻ മടി വേണം. എനിക്ക് തിരിച്ചു വരാൻ മടി വേണം. ആ നിങ്ങളെല്ലാ വർഷവും ഉണ്ടല്ലേ? അയ്യോ നമ്മളോട് ചുമ്മാ രസമല്ലേ ഇതൊക്കെ കേറിട്ട് അപ്പൊ അങ്ങനല്ലേ? അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ആരും അറിയത്തില്ലെന്നോ പതിയെ പോവായിരുന്നു. ഞങ്ങളുടെ പടം കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. വടിയാർക്ക് വേണോ? വടിയാർക്കും വേണ്ട. വേണ്ട വേണോ? മേടിച്ചോ. പിന്നെയും പോയത്. കൊണ്ട് പിടിക്കുന്നുണ്ടോ? ഇല്ല, നാളെ. കഴിഞ്ഞ കൊല്ലം നേരത്തെ അല്ലേ വന്നേ? ആണോ? കഴിഞ്ഞ കൊല്ലം ഒരു 10-11 മണിക്ക് വന്നില്ലേ? ആണോ? അല്ല, എനിക്ക് നല്ല ഒരു
ഓർമ്മയുണ്ടല്ലേ? ഓർമ്മയുണ്ട്. ഏതാ ഒരു ചാനലിൻ്റെ യൂട്യൂബാ. യൂട്യൂബ് അല്ലെ 11 മണിക്കാണ് വന്നത് അന്ന്. കയറിക്കോ അല്ലേ ഞങ്ങൾ ഇറങ്ങുക. അല്ല കയറി വരുന്നവരല്ലേ ശ്വാസം മുട്ടി വരുന്നത്, ഇറങ്ങുന്നവർക്ക് അത്രയും പ്രശ്നമില്ല. നേരെ കണ്ടപ്പം കഴിഞ്ഞ കൊല്ലം വന്നത് 11 മണിക്ക് വന്നത്. ഞാൻ 5 വർഷമായിട്ട് സ്ഥിരം വരുന്നതാണ് ഇവിടെ. അപ്പം നമ്മൾ സെയിമാ. ഞാനും 5 വർഷമായിട്ട് സ്ഥിരമുണ്ട്. ഇന്നെന്നാ താമസിച്ചു പോയെ? വേറെ ഒരു പരിപാടി രാവിലെ ഉണ്ടായിരുന്നു. അതെ, മറന്നുപോയി പക്ഷെ വിളിക്കാം. യൂട്യൂബറാണോ? ചെറുതായിട്ട്. അങ്ങനുണ്ട്. കൊള്ളാന്ന് പറയാൻ വയ്യല്ലോ. പറയാൻ പോലും വയ്യ. ചെറുമ്മക്കാർ പാർ പാർപ്പേ ചെറുമ്മക്കാർ പാർ പാർപ്പേ. ഞാൻ ചെന്നാ പറഞ്ഞു, നമ്മളെ അമ്മയ്ക്ക് പറഞ്ഞു. കഞ്ഞിയുണ്ടോ? അയ്യോ എല്ലാവർക്കും വരാനുള്ള സൗകര്യം. സാധാരണ ഞായറാഴ്ച അല്ലോ, വരികയല്ല. നീ ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല ആളല്ലേ? നല്ല തിരക്കാ, രാവിലെ നല്ല തിരക്കായി. ഉണ്ണിച്ചൻ ചോദിക്കാണ് കാത്തു മടുത്തോന്ന്. ഞാൻ പറയാം എങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ട് കൊള്ളാന്ന് പോലും പറയാൻ വേണ്ടി അടുത്ത് വയ്യ, വാ തുറക്കാൻ വയ്യ. കയറി വരുന്നവർക്ക് വഴി ഒതുക്കും. ഇടയായിട്ടൊന്നും കാണുന്നില്ലായിരുന്നു. ഉണ്ട് രാവിലെ. എന്നാ ഓ എല്ലാവരും വഴിയാണോ? ഇതിലെ അങ്ങോട്ട് പോയില്ലേ? ഇല്ല അതിനായിട്ട് ഇല്ലായിരുന്നു. പോയല്ലോ, പോയിസേ പോയതല്ലേ? പോയായിരുന്നു, പോയി പെട്ടെന്ന് പോയിട്ട് വന്നില്ലേ?
ആ 7 പ്രാവശ്യമല്ലേ? ഇന്നലെ രാവിലെ തൊട്ട് തുടങ്ങി പരിപാടിയാ. നിരക്ക് കൂടുതലാണോ? ഭയങ്കര നിരക്കാണ്. ഹായ്. ഹായ് ഹായ്. ചക്കരക്കുട്ടനെ ഇന്ന് TV കാണാം. മടുത്തോ? ആ പേരിന് എൻ്റെ യാത്ര, എൻ്റെ യാത്ര. പകുതിയെക്കാട്ടായി. ഇത് വലിയ ദൂരമില്ല, പക്ഷേ ഈ കയറ്റം കാരണം. അല്ല അങ്ങനല്ല, കയറ്റത്തിൻ്റെ ഇത് കാരണമേ മടുത്തു പോകുന്ന. അതെ, പകുതിയായോ ചേട്ടാ? ആ ആയോ? ആ ആരിലും ഫോണിൽ വല്ലതും വെച്ചേക്കുന്നത്? പിടിച്ചില്ല. പിടിച്ചു, അവിടുന്ന് പിടിച്ചു. ആ ആന്നു, ഇതേ വരുന്നു പുറകെ. അടിപൊളി. കേക്കല ചാത്തം പൊട്ടി വരില്ലേ? ഇതല്ലേ അത് അപ്പുറത്തെ പുറകെ. കാണുന്നില്ലേ, കേൾക്കുന്നില്ലേന്ന്? നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ? കൂട്ടിപ്പറിച്ച ആളെ അറിയത്തില്ല. ഇവിടെ വരുന്നതാണോ എല്ലാ വർഷവും? എവിടെ താമസിക്കുന്നത്? അപ്പൊ എവിടെ താമസം? ഇല്ലേ? പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ നൈസായിട്ട് അല്ല അറിഞ്ഞത് ചോദിച്ചാൽ ചേട്ടാ അറിയായിരുന്നോ? പിന്നെ എനിക്ക് നേരത്തെ തൊട്ട് അറിയാം. എന്റെ കെട്ടിയവനും അറിയായിരുന്നോ? കെട്ടിയവനാണ് നീ എന്താ ഭയങ്കര ആണല്ലേ? ഇങ്ങോട്ട് നോക്കി. പറഞ്ഞോ, എന്നാ പറയാൻ വന്നേ? ഇങ്ങനെ പറയാൻ വന്നേ, പറ. ആ കുറച്ച് ഇന്നിനി പോകുന്നില്ല, അതാ. ഇറങ്ങി വന്നിട്ട് മടുത്തോ? ഇന്ന് കുറച്ച് ആവശ്യമായി. വേറൊരു പരിപാടി ഉണ്ടായിരുന്നു രാവിലെ, ഒരു കയറി താമസം ഉണ്ടായിരുന്നു.
അപ്പോൾ പോയിട്ടാ വന്നേ. കഴിഞ്ഞ പ്രാവശ്യം രാവിലെ വന്നല്ലോ, അന്നേരം ഞങ്ങളൊക്കെ ഇല്ലായിരുന്നു. ആ താമസിച്ചു പോയല്ലേ. ആ ശരി, ആയിക്കോട്ടെ. ആ ഒരു രക്ഷയില്ല. എപ്പോൾ എടുത്തെന്ന് ചോദിച്ചാൽ അറിഞ്ഞില്ലെന്നല്ലേ ഉള്ളൂ. ഇല്ല. ആ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. എല്ലാരും വരണം, ഇത് അനുഭവിക്കണം. ഒന്നൊന്നര എക്സ്പീരിയൻസ് ആണ്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് ഓക്സിജൻ കിട്ടും. ആ ക്യാമറയും കൂടെ വരുന്നതായിരിക്കും. അങ്ങനെ ഉണ്ടായി എടുത്തിട്ടുണ്ട്. അമ്മ പല്ല് കിട്ടും, ഇല്ലെങ്കിൽ അതും ആ എൻ്റെ യാത്ര. താമസിച്ചാ താമസിച്ചു. വൈകുന്നേരം ഉണ്ട്, വൈകുന്നേരം ഉണ്ട്. മൊത്തം അടച്ചിട്ട് പോരുവായിരുന്നു. വൈകിട്ടേക്കാരും കാണാൻ പോരാ. ഇവര് വൈകിട്ട് മരിച്ചില്ലല്ലോ. അറിയോ? കണ്ടുവരിക തോന്നുള്ളൂ. നയനാമ്മയുടെ അവിടുത്തെ പാചകത്തിന് ഞാൻ നല്ല കണ്ടുവരി ഒറ്റയ്ക്ക് ഉണ്ട്. എപ്പോ വന്നായിരുന്നു? ഞങ്ങള് ഒരു 12 മണിയൊക്കെ ആയപ്പോ. വലിയ തിരക്കില്ല, കയറിക്കോ. ആ പോവാ, കയറുവാ. വലിയവരമായിട്ട് കയറിയല്ലേ. അരുൺ ചേട്ടാ, ഈ എനർജിയുടെ രഹസ്യം ഒന്ന് പറയാമോ? ഞാനോ?
ഞാൻ ഇങ്ങനെ നേരത്തെ തൊട്ടേ ചെയ്തോണ്ടിരിക്കുന്നോണ്ടാ. ആണ് നിങ്ങൾ ഈ ചെരുപ്പിടാതെ സമ്മതിക്കണം കേട്ടോ. എവിടെ പോയാലും ചെരുപ്പെടുത്തില്ല അല്ലേ? അത് ചെരുപ്പിടാൻ നമ്മളെ വീടിൻ്റെ അവിടെ ആദ്യമേ തന്നെ വീടിൻ്റെ മുറ്റത്തൂടെ പരിസരത്തൂടെ നടക്കുന്ന ഫുള്ള് ചെരുപ്പ് ഒഴിവാക്കി. പിന്നെ അതൊരു ശീലമായി. പിന്നെ ചെരുപ്പിട്ട് നടക്കുന്ന ബുദ്ധിമുട്ട്, ഇതുപോലത്തെ കയറ്റതൊക്കെ പ്രത്യേകിച്ചും ചെരുപ്പില്ലാതെ പോകുന്നത് നമുക്ക് സുഖം. അതുകൊണ്ട് പിന്നെ ചെരുപ്പിടത്തില്ല. ഇതുപോലുള്ള സ്ഥലത്ത് എവിടെ പോയാലും ചെരുപ്പിടത്തില്ല. ചിലപ്പോഴൊക്കെ മുള്ളൊക്കെ കയറേണ്ടി വരും. എന്നാലും എൻ്റെ നാടാണ് അത് കാണുന്നത്. എവിടെയാ സ്ഥലം? എവിടെയാ ഇപ്പോൾ സ്ഥലം? കോട്ടാനങ്ങട. അതായത് മറ്റേ അമ്പലമൊക്കെ ഉള്ള സ്ഥലം. അമ്പലമുള്ളത്. അമ്പലമാണോ അപ്പോൾ കാണുന്നത്? അല്ല, അത് അമ്പലമല്ല. അതിന് അമ്പലം കാണാൻ നമുക്ക് മേലോട്ട് കയറണം. നേരെ അമ്പലം അല്ലേ? അത് രണ്ട് മറ്റേ മോളെ ലോട്ട കണ്ണേ ഉള്ളൂ. ഒരു കണ്ണ് വെച്ച് ഞാൻ എവിടെയെങ്കിലും പോയി വീഴും. ഞാൻ എവിടെയെങ്കിലും പിടിച്ച് വീഴും. ഈ നമ്മുടെ കോട്ടാനങ്ങടയെന്ന് പറഞ്ഞാൽ നേരെ ഇവര് മല ഇത് ഇവരുടെ ആദിവാസി മല പണ്ടെന്ന് പറഞ്ഞാൽ ഇവർ ഇവിടെ ജീവിച്ചതാ. അപ്പം അതിനകത്തു നിന്നൊരു ഇത് വന്നതാ. ഇപ്പം ഇവർക്ക് ഇവിടെ വസൂരി എന്ന സാധനമുണ്ട്. അതുണ്ടായി അവർ അക്കരെ മലയ്ക്ക് കയറിയത്. ഇപ്പം ഞാൻ താമസിക്കുന്നത് അവിടെ തന്നെയാണ്. ആ മല മനസ്സിലായി. കൊട്ടാരങ്കട സിറ്റി കൊട്ടാരങ്കട അതിൻ്റെ അവിടെയാണ്. അതിനകത്ത് നമ്മുടെ മൂപ്പനുണ്ട് അവിടെ, KP ഗംഗാധരൻ എന്ന് പറഞ്ഞ ആള്. അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് അവിടെ. അവരുടെ ഇടയ്ക്കാണ് ഞങ്ങളും പെടുന്നത്. അപ്പം ഇത് കേട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അന്ന് തൊട്ട് നമ്മളിങ്ങനെ കയറി പോകുന്നത്. ഞങ്ങളുടെ മല എന്ന് പറഞ്ഞാൽ അതാ വഴി. നമുക്ക് അമ്പലം കാണണമെങ്കിൽ വൈകിട്ട് അവിടെ വിളക്ക് കത്തിക്കും. അന്നേരം കാണാം. മേളിൽ നിന്ന് കത്തിക്കുമ്പോൾ കറക്റ്റ് നമ്മൾ വേറെ കിലോമീറ്റർ മേളില്ല. ഇവിടെ ഈ ക്ഷേത്രമേ ശരിക്കും എത്ര നാളായിട്ട് ഇങ്ങനെ ഇവിടെ ഉണ്ട് ഇങ്ങനെ? ഇതിപ്പോൾ എൻ്റെ ഓർമ്മയുള്ളപ്പോൾ തൊട്ടുണ്ട്. അവരുടെ കുഞ്ഞിലെ തൊട്ടുള്ള ഇതാ. നമ്മുടെ മേലോട്ട് പോയി കഴിഞ്ഞാൽ ഇത്ര ആനടിച്ച് പറിച്ച് കളഞ്ഞ്. അപ്പം നമുക്ക് ഒരു ഇത് കൂട്ടേ ഉള്ളൂ, ഒരു ചെറിയൊരു തട്ടയും ക്ഷേത്രവും അവരുടെ അന്നത്തെ കാലത്താണ്. അപ്പം നമ്മളിപ്പം ഇത് ഒരു മകര 27-28 അത് അവരുടെ ഒരു ആചാരം. അതെല്ലാം ഞങ്ങൾ ആചാരിച്ച് പോരും. ആ ഒരു ദൈവം. ഇപ്പം എനിക്ക് 54 വയസ്സ് നിമിഷമായി. ഞാൻ അന്ന് തൊട്ട് കേട്ട് വളർന്നതാണ്. അതായത് മകര 27, മകര 28. മകര 28 ഇവിടെ ലാസ്റ്റ് ഉണ്ട്. നമ്മളൊരു കോപ്പാറമ്മയോട് ഒരു ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചിരും. എനിക്കൊരു കണ്ണ് കാഴ്ചയില്ല. ഞാൻ ഇന്ന് കയറി വന്നതാണ്. ഇപ്പം ഇവിടം വരെ ആയി. നീ പിക്ചറിൽ കയറിയാൽ മതി. അമ്മ തിരിച്ചു കൊണ്ടുപോയി 2 കണ്ണും കാഴ്ച എന്ന് ഇനി തിരിച്ചു വിടും. എനിക്കൊരു ഉറപ്പാണ്. നമ്മളിവിടെ ജനിച്ചു വളർന്ന പിള്ളേരാ ഞങ്ങളൊക്കെ. എൻ്റെ കൂട്ടുകാരാ. കാണാം. ഇതൊക്കെ കേൾക്കുന്ന ഒരാശ്വാസം. പ്രളയം വന്നപ്പോഴൊക്കെ എല്ലാ വർഷവും നമ്മുടെ ഞങ്ങളെല്ലാം KCB സ്റ്റാഫാണ്. കഴിഞ്ഞ വർഷം വന്നായിരുന്നു. ഞങ്ങളുടെ പിന്നെ ആദിവാസി മേഖലയാണ്. 18 മലകളുടെയും അധിപതിയായിട്ട് ജീവിച്ച സ്ഥലമാണ് ഇവിടെ. പിന്നെ അതുകൊണ്ട് തന്നെ കോപ്പാറ മുണ്ടി എന്ന് പറയും, കോപ്പാറ അമ്മയെന്നും പറയും. പക്ഷെ ഞങ്ങൾക്ക് അമ്പലമില്ല. പിന്നെ അമ്പലമില്ലാത്ത സ്ഥലങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെ അമ്പലമില്ലാത്ത വിശ്വാസം മാത്രമാണ്. ആയിരക്കണക്കിന് ആൾക്കാർ കയറി ഇറങ്ങി ഒന്ന് വഹിക്കുക. വൈകിട്ടാകുമ്പോൾ എന്നറിയാം, ഞങ്ങൾ ആദിവാസി നൃത്തങ്ങളുണ്ട്. അതായത് പിന്നെ മൊബൈലിൽ എടുക്കില്ലേ, പറഞ്ഞോ. നമുക്ക് എഡിറ്റ് ചെയ്യാം. അതായത് പിന്നെ നമ്മുടെ ഈ വനമേഖല മുഴുവന് 18 കരയാണ് ഞങ്ങൾക്കുള്ളത്. കോപ്പാറ മല, ഇഞ്ചിപ്പാറ കോട്ട, അതുപോലെ തന്നെ കുറേ കോട്ടകൾ, കളകട്ടി കോട്ട, ഇങ്ങനെ കുറേ കോട്ടകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഗവൺമെൻറ് മുഴുവൻ അറിയത്തില്ലാത്ത കോടാനുകോടി രൂപ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് ഞാൻ പറഞ്ഞു തരികയല്ല അവിടെ. അത് വേണ്ട. കോടാനുകോടി അണക്കവള്ളി. അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള രണ്ടെണ്ണം ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ള അവിടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്താണ് അവിടെ കിടക്കുന്നത്.
ഇവര് കാര്യപ്പെട്ട് നടക്കാം ആ, കുഴപ്പമില്ല. ആ, കണ്ടതിൽ സന്തോഷം. ഇതിനകത്ത് മെയിനായിട്ട് ഭാഗങ്ങള് വെളിവിടാ കേട്ടോ. ആ, എന്നാ പറയാ കണ്ണ് കാണാത്ത ഈ പുള്ളി കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്നു. അപ്പൊ അന്ന് ഞാൻ എനിക്കറിയത്തില്ല പുള്ളി മുണ്ടാക്കത്തുള്ള ആളുടെ പിന്നെ അന്ന് ശരിയാണ്. ആ ശരി. ഏ ആ അവിടെ ഉണ്ടായിരുന്നല്ലേ? ഞങ്ങളുടെ കുടുംബാമ്പലം അത് ആണോ? മാടപ്പാറ ആ അമ്മയുടെ. ആ ആ അവിടെ ഇവിടെ ഞാൻ വരുന്നത്. ഇവിടെ എല്ലാ വർഷം വരുന്നുണ്ടോ? അല്ല ഞങ്ങൾ ഇതിന് നേരെ അവിടെയാണോ താമസിക്കുന്നത്? ആ ആ. എപ്പോൾ കയറിയതാ? കുറച്ച് നേരമായതുള്ളൂ. ആ ശരി. ആ ശരി. നടക്കത്തില്ലെന്നൊക്കെ വിചാരിക്കും, പക്ഷെ നടത്തും. ഒന്നുകൂടെ പറഞ്ഞ ഏതോ ഒരു വായി നോക്കി, ഒന്നുകൂടെ പറഞ്ഞ ഏതോ ഒരു വായി നോക്കി. നമുക്ക് പരിചയമുള്ള വായി നോക്കിയാന്ന് മനസ്സിലായില്ല. നാളെ വീട്ടിൽ കയറാവോ? പിള്ളേര് വീട്ടിൽ നിന്നിട്ട് ഫേസ്ബുക്കിൽ നോക്കും. അച്ഛച്ചി അവിടെ നിന്നുണ്ടാണ്ട് അവരോട് അത് പറഞ്ഞിട്ടില്ല. ഒത്തിരി നാളായല്ലോ. 2 വർഷമായി. ഞാൻ പിടിച്ചിട്ടുണ്ട്, അത് ഓണാക്കി. നിങ്ങൾ എന്നാ പിന്നെ വിട്ടു പോകണം, അറിയോ? നീ അങ്ങനെ പിടിച്ചെടുത്തിട്ട് വീട്ടിൽ അയച്ചു കൊടുത്തിട്ട് എന്നെ എടുക്കാനാ? അല്ല നമ്മുടെ ഞാൻ ഫുള്ള് പിടിച്ചേക്കുന്നത് ഇങ്ങനെയാ. മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് ഇത് ഏറ്റവും സിമ്പിൾ. കാരണം ഈ കയറ്റം കയറുമ്പോൾ ഇതാ ഏറ്റവും നല്ലത്. ഞാൻ പിടിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ചാനൽ ഇടുന്നുണ്ടോ? ഞാൻ ഇടാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചത്. എന്നിട്ടോ നോക്കട്ടെ, എനിക്ക് മടിയാ. 3 യൂട്യൂബർമാരെ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഓ ശരി, കാടിനുള്ളിൽ വെച്ച് 3 യൂട്യൂബർമാരെ കണ്ടുമുട്ടിയപ്പോൾ അതാണ് 3 ലിങ്ക് അല്ല 2 ലിങ്ക് കൊടുത്തേക്കാം. എന്റെ യാത്ര റൈഡർ. ശങ്കറിനെ ഞാൻ കണ്ടിട്ടില്ല. അവൻ വരുന്നേ. ഈ യൂട്യൂബറുടെ ലിങ്ക് ഒന്ന് കൊടുത്തേക്കണം. കാരണം എന്റെ യൂട്യൂബിന്റെ ലിങ്ക് ഒന്നും കൊടുക്കണത് ഒരു കാര്യമില്ല. ഈ യൂട്യൂബറുടെ ലിങ്ക് മെയിൻ. അതെ, ഇതാ പ്രധാനം. അങ്ങനെ ചെയ്യാം. എന്റെ ശിഷ്യ ഞാൻ അറിഞ്ഞില്ലല്ലോ. വരുന്ന ഒരു കുട്ടി. എന്റെ പോലെ ഇത് ഭയങ്കര യൂട്യൂബറാ. അതേന്നെ, എന്നിട്ട് നമ്മളെ കളിയാക്കുന്നതാണോ? കാണിക്കുന്നു, ആളീ മോൻ കാണിക്കുന്നുണ്ട്. അതെ, ഇതാണ് യൂട്യൂബർ. അതെ, എനിക്ക് കയറി വന്ന് ഈ മോൻ തന്നെ കാണണമെന്നാണ് പറഞ്ഞത്. വേർത്ത് കഴിഞ്ഞപ്പോഴാ കാത്തൂൻ്റെ ഒറിജിനൽ ഷേപ്പ് വന്ന കണ്ടോ മുഖത്തിന്. ഇത് എന്റെ പെങ്ങൾ. സ്പഷ്ടം എന്നെ മുഖത്ത് നോക്കി പറഞ്ഞു. സ്പഷ്ടം. നമുക്ക് പറ്റിയ ടീം കേട്ടോ. തോന്നാ കുറച്ച് കഴിയുമ്പോ പണി തരും. കട്ട വൈബാന്ന് എനിക്ക് മനസ്സിലായി. കട്ട വൈബ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ആ വാക്കൊന്നൂടെ പറയാം. അതൊക്കെ നീ രണ്ടാമത് എടുപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ആദ്യം തന്നെ എടുത്തല്ലോ. അതെ അതെ അതെ, രണ്ടാമത് ഉറപ്പിച്ച് പറയണം. വായിന്ന് അബദ്ധത്തിൽ വന്നാന്ന് വിചാരിക്കുന്നത്. ആ, ഇവനതിന് ഇറങ്ങിയൊന്നും വന്നില്ലെന്നേ. ഇവന് ഇവിടം വരെ ശകലം വന്നേ ഉള്ളൂ.
ഗണേശനെ ഇത്രയും നല്ലൊരു ഷർട്ട് ഇട്ട് കാണുന്ന കേട്ടോ. ആ നീല യൂണിഫോമിലെ എപ്പോഴും കാണുന്നേ. മുഖത്ത് കുറെ ഗ്രീസും. അടുത്തു ആ വീട് എവിടെ എത്താം? ഇവിടെ നമ്മൾ നാട് ഇറങ്ങിയിട്ടേ ഒരു 3 കിലോമീറ്റർ അക്കരെ കയറുക. ഞാൻ മുമ്പേ പറഞ്ഞ വഴിയില്ല. അതുകൊണ്ട് നമുക്ക് വൈകിട്ട് അവിടെ അമ്പലത്തിൽ വെട്ടം കാണാം. താഴെ കുഴി കണ്ടോ ഒരു ചുമല ഇത് പോകുന്നേ, അത് റോഡാണ്. അത് കൊട്ടാരങ്ങളുടെ അമ്പലം റോഡ്. അത് കിട്ടുകയല്ലോ, കിട്ടാൻ പാടില്ല. നമുക്ക് ലൈറ്റ് വെട്ടം കിട്ടുകയല്ലേ വൈകിട്ട്. അപ്പൊ അപ്പുറത്തെ അമ്പലത്തിൽ വൈകിട്ട് വെട്ടമുള്ളൂ. മേളില് കൊട്ടാരങ്ങളുടെ അമ്പലത്തിൽ ധർമ്മശാസ്താവും ദേവീക്ഷേത്രം കൂടെ ഒരുമിച്ചുള്ളതാണ്. അവിടെ വെട്ടമുള്ളൂ. 6 മണി ആകുമ്പോഴത്തേന് അവിടുന്ന് വെളിച്ചപ്പാട് കയറി വരുള്ളൂ. അവിടുന്ന് വെളിച്ചപ്പാടിഞ്ഞിട്ട് വരുന്നത്, അല്ല വെളിച്ചപ്പാട് ഇവിടെ ഇരിപ്പില്ല. അത് തന്നെ ആ പൊട്ടച്ചൻ, ഞങ്ങളുടെ പൊട്ടച്ചൻ. അത് തന്നെ ഏതാ പോയിട്ടുണ്ട്, അതിലെ കൂടെ പോയിട്ടുണ്ട്. അത് മറ്റേ പുള്ളി വരുമ്പോഴേ അത് വഴിയിലാരും കാണാൻ പാടില്ല. ഒറ്റ അലർച്ചി കയറിപ്പോവും. അവിടുന്ന് ആ മല ഇറങ്ങി വരും. ഇതുപോലൊരു മല അങ്ങോട്ടും. അവിടുന്ന് ഇറങ്ങി വന്നിട്ട് ഒറ്റ മലക്ക് മടക്കി കയറും. ഞാൻ ഒരു പ്രാവശ്യം കൂടെ വന്നായിരുന്നു അമ്പലം തൊട്ട്. വന്നിട്ട് അമ്പലം തൊട്ട് ഇവിടെ കൂടുതൽ വന്നാ മിടുക്കൻ. എന്നാ പേരെന്നാ? അരുൺ. എവിടെ താമസിക്കും? ഉണ്ടൊക്കെ. അരുൺ ഉണ്ടൊക്കെയൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. മിണ്ടാൻ വരും. പക്ഷെ പറഞ്ഞ അച്ചട്ടാ അത് നമ്മളെ കഴിഞ്ഞുകൊണ്ട് നമ്മളോട് വർത്താനം പറയും. എന്നോടും പറയും. എന്നോടും പറഞ്ഞിട്ടുണ്ട്. ഇല്ല അച്ചട്ടല്ലേ, എവിടും തരാമെന്ന് പറഞ്ഞാൽ തരും. നീന്ന് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ താഴത്തെ മല ഞങ്ങളുടെ വീട് അവിടെയാ. എന്റെ ചുണ്ട് പൊട്ടുന്നുണ്ട് എന്നൊക്കെ ഉടായ്പ പറയും. പക്ഷെ ഇതിന് ഒരു കൗതുകത്തിന്റെ പുറത്തിടുന്നു. ഒന്നുമില്ല, ശാലം വെള്ളം ഉണ്ടെങ്കിലേ ഈ ദേവിയുടെ മണ്ണെടുത്തിട്ട് മാറിക്കൊള്ളു. ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങി എങ്ങനെ പോകുന്നറിയോ? എനിക്കെന്റെ കണ്ണ് കാഴ്ചയില്ല, പക്ഷെ നമ്മളിറങ്ങി ചെല്ലും. താഴെ നമ്മുടെ റോഡ് രാത്രിയാണ് ഇറങ്ങത്തുള്ളൂ. രാത്രിയാണ്. അതായത് ഇനിയിപ്പോ ഇവിടെ ഐവറുകളിൽ കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ടേ പോകും. അവിടുന്ന് വെളിച്ചപ്പാട് ഇവിടെ വരും. വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കളിപ്പത്തിൽ നാട്ടി കളി തുടങ്ങി. ഒരു 10 മണിയാകുമ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങും. നേരം വെളുക്കം വരെ പണ്ടൊക്കെ ഇരുന്നുണ്ട്, പക്ഷെ ഇപ്പൊ അതിനുള്ള ശേഷിയില്ല. ഞങ്ങളിപ്പോ ഇരിക്കാറുണ്ട്. പ്രായം കുറഞ്ഞു കുറഞ്ഞു വരുമല്ലോ. അങ്ങനെ പറഞ്ഞായിരുന്നു. ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ ആരാ ഇതിന്റെ രാജാവൻ പാലിയോ? അത് പിടിക്കാൻ പറ്റില്ലോ. ഏത് പിടിക്കാൻ പറ്റില്ലോ? അതൊക്കെ കിട്ടി. പറഞ്ഞിട്ട് ഇറങ്ങിയത് അങ്ങനെയാ. അപ്പൊ എനിക്കത് അങ്ങനെ അല്ലാതെ തിരിച്ച് വീട്ടിൽ കയറാൻ പറ്റത്തില്ല. പിന്നെ എവിടെയെല്ലാം വീഴണമെങ്കിലേ അതെ, ഇനി എനിക്ക് ഇവരുടെ കൂടെ പോണ്ട. സ്ഥിരമായിട്ട് ഇനി ഇങ്ങനെ വേർക്കാനാണ് ഉദ്ദേശം അല്ലേ? ലൈറ്റായിട്ട് അതിലും കൂടുതൽ ഗണേശന്റെ ചുണ്ടിലുണ്ട്. ആണോ? ഇപ്പൊ എത്ര നാളായിട്ടാ പെണ്ണുങ്ങൾ വരാൻ തുടങ്ങി?
കഴിഞ്ഞപ്പോ കുറെ നാളായി. ഇങ്ങനെ വനമായിട്ട് പിന്നെ പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ മറ്റേ അങ്ങ് അവിടെ പോകും അവിടെ ശബരിമല അതുപോലെ തന്നെയായിരുന്നു ഇവിടെ. അപ്പൊ പിന്നെ എല്ലാരും വരും. കയറി ഇറങ്ങി അങ്ങോട്ട് പോയില്ലാന്നല്ലോ. കൊട്ടാരക്കര അല്ലേ? അവിടെ താമസിച്ചു. അതുകൊണ്ടല്ലേ? ഓ അങ്ങനെ ആണെന്നാണ്. ഇപ്പോഴും അവിടെ തന്നെയാണോ അന്നേരം? ഇപ്പോഴും അവിടെ ഒരുമിച്ചാണോ? ആണോ? കാലപ്പിലല്ലോ. ഞാൻ കാഞ്ഞിരപ്പള്ളി ഇപ്പം മുണ്ടക്കയം ആണോ? നല്ല പ്രായം തോന്നുന്നു. പഴയ വീഡിയോ ക്യാമറ ഇത് പിടിച്ചേ അവളെങ്ങോട്ട് പോയത്. നീ പിടിച്ചാൽ മതി, ഞങ്ങൾ വീഴുന്ന കാണാലോ. അങ്ങനല്ലേ ചെയ്യണ്ടേ? പൊക്കോണോ കേറിക്കോ. നീ എന്നാ ലിഫ്റ്റിക്കൊക്കെ ഇട്ടേക്കുന്നേ? നീ പൊത്തി പിടിച്ചേക്കുന്നേ? പാപ്പായതല്ലേ ഉരുണ്ടൊക്കെ ഇരിക്കുന്നത്. ലിഫ്റ്റിക്ക് ഇട്ടപ്പോ അവന്റെ ചുണ്ടിളകി വന്നാ. ആ കഴിക്കോ? ആ വരാം, കയറിട്ടിരാ, വന്നേ ഉള്ളൂ. അല്ല ഉണ്ട്. ആ അവരാരും ഇല്ല, വൈഫൊക്കെ. അടിപൊളി സെറ്റപ്പാക്കണം ആ കേട്ടോ. അടിപൊളി സെറ്റപ്പാണ്. പേര് പറഞ്ഞേ? ഇതിന്റെയാണോ? സ്ലോജി. എൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചേക്കണേ ആ കേട്ടോ. എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തോ? ആ ഉറപ്പ്. ജോൺ സെക്രട്ടറി ഇങ്ങോട്ട് വാ. അടുത്തു കമ്മിറ്റിക്കാരൻ വാ. ഞാനെക്കണ്ട കാര്യമൊന്നും കൂടി എല്ലാ വർഷവും ഉണ്ട്. എല്ലാ വർഷവും ജോൺ സെക്രട്ടറി കമ്മിറ്റിക്കാരൻ സെക്രട്ടറി ഇത് നമ്മുടെ എല്ലാവരുടെ എല്ലാ വർഷവും വരുന്ന ഭക്തജനങ്ങൾ. കേട്ടെ
മല ദൈവമാണ്, ചാമുണ്ടിയാണ്. ഇവിടെ മലദൈവങ്ങൾക്കുള്ള സമർപ്പണങ്ങളെല്ലാം ഇവിടെയാണ് നടക്കുന്നത്. നമുക്ക് എന്ത് സങ്കല്പിച്ചാലും ഇവിടെ നടക്കും. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പ്രധാനമായിട്ട് കൊടുക്കുന്ന വഴിപാടെന്ന് പറയുന്നത് പിന്നെ മദ്യം, മുറുക്കാന, കോഴി എവിടെയാണ്, കോഴി ഇവിടെ സമർപ്പിക്കുന്നത്. പട്ടും കോഴിയെല്ലാം ഇവിടെ സമർപ്പിക്കുന്നു. ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് മദ്യം, മുറുക്കാന, കരിക്ക്, നാളികേരം, പിന്നെ കർപ്പൂരാദി ഇല്ല. അവിടെ അമ്മയ്ക്ക് പിന്നെ അവിടെ ചാമുണ്ടിയാണ്, കുരുതി നടക്കുന്ന അവിടെയാണ്. അവിടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മഞ്ഞൾ നീരാട്ട് അല്ലെങ്കിൽ മഞ്ഞൾ സമർപ്പിക്കും, ചെയ്തു പോരും. അപ്പോൾ പ്രധാനപ്പെട്ട വഴിപാട് അമ്മയ്ക്ക് കോഴി, പട്ട്, സ്വർണ്ണനൂല്, കുട്ടികളുണ്ടാകാത്ത ആൾക്കാർക്ക് അവർ സമർപ്പിച്ച് പിന്നെ വഴിപാടായിട്ട് നടത്തുന്ന ഒരു ഇതാണ് സ്വർണ്ണനൂല് അല്ലെങ്കിൽ സ്വർണ്ണത്താലി. ഇത് ഏത് കാര്യങ്ങൾ ഉദ്ദേശിച്ചാലും ചുമ്മാ നമ്മൾ തമാശയായിട്ട് കാണാതെ മനസാന്നിധ്യം കൊണ്ട് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഓടിയെത്തിയിരിക്കും, ഏത് കാര്യവും സാധിച്ചു. ശബരിമലയ്ക്ക് അധിപതിയായിട്ട് നിൽക്കുന്ന 18 മലകളിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഇതായിട്ട് കോപ്പാറ മലയാണ്. ഇനി വേറെ ഐതിഹ്യം കൂടെ ഉള്ളത് പഞ്ചപാണ്ഡവരുടെ കാലത്ത് മലയരുടെ ഇടയിൽ പഞ്ചാരി ഒത്ത് വന്ന് താമസിക്കുന്ന ഒരു സമയത്ത് കൊയ്നാടെന്ന് പറയുന്ന മേഖലയിൽ തെക്കേമല പഞ്ചാരിമേട് ഈ ഭാഗത്ത് വന്ന് ഒളിവ് താമസിക്കുന്ന സമയത്ത് അന്ന് മലയരർ അവിടുത്തെ സ്വന്തമായിട്ട് പൂജകൾ നടത്തി ചെയ്യുന്ന ഒരു സമയത്ത് വന്ന് പഞ്ചാരി കണ്ടെത്തി ഇങ്ങനൊരു സംഭവം അവിടെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടേക്ക് പോയി നമുക്ക് വേണ്ടല്ല എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ അവിടെ നിന്ന് ചെയ്ത് അവരാണ് നമ്മുടെ ഐതിഹ്യങ്ങളിലൂടെ ഐവർകളി എന്ന് പറയുന്ന ഒരു കലാരൂപം മലയർക്ക് പറഞ്ഞു നൽകി. അത് പിന്നീട് അവിടുന്ന് പിന്നെ മലകൾ പലത് കഴിഞ്ഞ് 10,000 വർഷത്തോളം ഉള്ള ചരിത്രങ്ങളുടെ കാലഘട്ടത്തിൽ ഏറ്റവും അവസാനം 160 വർഷത്തെ അതാ കിടക്കുന്ന പുരത്തറ ഏറ്റവും അവസാനം ഇവിടുന്ന് പോകുന്നതാണ്. മലയരുടെ ഏറ്റവും അവസാനം വരുന്ന കണ്ണി ഇവിടുന്ന് വസൂരി വ്യാപിച്ച് അത് കരിമല ഉൾപ്പെടെയുള്ള ഈ മേഖലയെല്ലാം വസൂരി വ്യാപനം ഉണ്ടാവുകയും അവിടെ നിക്കക്കളിയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു സമയത്താണ് ഇവിടുന്ന് മലയരെല്ലാം പല മേഖലകളിലും കുടികൊണ്ടത്. പിന്നീട് ഇതുപോലുള്ള സ്വന്തമായിട്ട് തനത് കല എന്ന് പറഞ്ഞാൽ ആദിവാസികളുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ കല്ല്, മരങ്ങൾ, വൃക്ഷങ്ങളെയും അതുപോലെയുള്ള ഇതിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അപ്പോൾ അതിന് ഒരു രൂപവും അല്ലെങ്കിൽ ഒരു ഭംഗിയും കൊടുത്ത് ആരാധിച്ച ഒരു കാലഘട്ടത്തിൽ പൂർവികരായിരുന്ന കോസടി എന്ന് പറയുന്ന ഒരു കുടുംബം, പിന്നെ പുളിഞ്ചേരി 2 കുടുംബങ്ങളായിരുന്നു ഇവിടെ പ്രധാനപ്പെട്ടപാട്. ഇതിവിടെ ഒരു കൊടി ഇപ്പോഴും ഇതുണ്ടോ ഏറ്റവും അവസാനമായിട്ട് ഇന്നും പോയിട്ടില്ലത് ഉണ്ടോ, ഒരു കൊടി ഉണ്ടോ, ഒരു കൊടി ഇപ്പോഴും കയറി കിടപ്പുണ്ടത്. എത്രയോ വർഷങ്ങൾ അതിന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല, ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ള ഒരു മരവും അതിന്റെ ഒരു പരത്രയാണ് കാണുന്നത്. ഇത്ര ഒരു ഇതിഹാസ ചരിത്രങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറെ കാലങ്ങൾക്ക് ശേഷം ഈ തേക്ക് മരം ഇവിടുന്ന് മുറിച്ചു കടത്തിയായിരുന്നു. നമ്മുടെ അടുത്തുള്ള ആൾക്കാർ അതിന്റെ കുറ്റിയൊക്കെ എടുത്ത് കയറുക. അയാൾ പിന്നീട് പിന്നെ അപകടത്തിൽ കൊണ്ടുപോയ വഴി തന്നെ അപകടത്തിൽ പെട്ടുപോയെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ചരിത്രങ്ങൾ. അപ്പം വീണ്ടും നമ്മൾ ഇതുപോലെ എന്നും നമ്മുടെ പൂർവികരാൽ നൽകിയിട്ടുള്ള ഈ ഒരു സംഭവം ഇപ്പോഴും തുടർന്ന് പോരുകയാണ്. വിശ്വസിച്ചാൽ അമ്മ കൂടെ ഉണ്ടാവും, വിശ്വാസം എതിരാണെങ്കിൽ അമ്മ എതിർക്കും. അമ്മ ശക്തി വേറെ രീതിയാവും. അത്രയൊരു ചൈതന്യമൂർത്തിയാണിത്. വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തും, ഏത് കാര്യം സാധിച്ചു തരും. സാധിക്കുന്ന എന്താണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും അഗ്രഗണ്യായ ഒരു ശക്തിയാണ്. പണ്ട് കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സമയത്തൊന്നും ഇതില്ലായിരുന്നു. വൈകിട്ട് ഒരാഴ്മ വരാതെ ഇങ്ങോട്ട് കയറാൻ പറ്റിയല്ല. പക്ഷെ ഇന്ന് അന്നത്തെ സാഹചര്യമല്ല ഇന്നിപ്പം ജനങ്ങൾ ഒരുപാടായി പോയി. തന്നെ ആ സമയത്ത് എല്ലാവർക്കും കൂടെ കയറി വരാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തലേദിവസം രാവിലെ മുതൽ ഈ കാര്യങ്ങൾ നടത്തുന്നു. പിറ്റേ ദിവസം രാവിലെ ഗുരുതിയോടുകൂടി
ശരിക്കുമുള്ള കുരുതിയുടെ തേക്ക് വേറെ ആയിരുന്നല്ലേ ആ അപ്പോൾ? തേക്ക് ഇതല്ലായിരുന്നു, അത് മുറിച്ച് കിടത്തിയതാണ്. അതിന്റെ പക്ഷെ അന്ന് പിന്നെ ഈ ഒരു അതായത് കൂപ്പ് തെളിക്കുന്ന ഒരു കാലഘട്ടം, ഒരു 100 വർഷത്തിനപ്പുറത്തോട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ സ്വന്തമായിട്ട് കാട്ടിക്കയറി വൃക്ഷങ്ങൾ നശിപ്പിച്ച് കൊണ്ടുവന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ലല്ലോ എന്ന് ഓർത്ത് അന്നും ഈ സംഗതികളൊക്കെ ഇവിടെ ഉണ്ട്. ഈ മൂർത്തിയുടെ കാര്യങ്ങളെല്ലാം പിന്നെ കൽവിളക്കല്ലാരും അന്ന് കൽവിളക്കല്ല, സാധാരണ ഒരു ചെറിയ ഇതില് വെക്കുന്നതായിരുന്നു. പക്ഷെ പിന്നീട് അത് അദ്ദേഹം ഇത് മുറിച്ച് ഒരു സംഘം ആൾക്കാർ മുറിച്ചു കിടത്തിയ ആൾക്കാർക്ക് ജീവഹാനി സംഭവിക്കുകയും അവര് ക്ഷമാപണം നടത്തുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നീടും ഇതുപോലെ ഒരു കാര്യം. ഇപ്പോഴും ഭയങ്കര ശക്തി സ്വരൂപണിയാണ്. വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തും, ഏത് കാര്യവും സാധിച്ചു തരും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അമ്മയോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കും. അമ്മ എപ്പം കൂടെ ഉണ്ടാവും. ആഡ് ചെയ്യുക. അപ്പം കോപ്പറേറ്റ് വരുമ്പോൾ പുള്ളി അത് എതിരി ചെയ്തു കേൾക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. ജാതി മതഭേദമന്യേ എല്ലാവരും എത്തിയിരിക്കും. ജാതി അന്നദാനമുണ്ട്. ഓരോരുത്തരേറ്റ് ഓരോ വർഷവും ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഓരോ ആൾക്കാർ ഏറ്റെടുക്കുക. നമ്മള് പിന്നെ സമുദായം ഒന്നുമില്ല, പിന്നെ ആൾക്കാർ വന്ന് ഏറ്റെടുത്ത് അവർ തന്നെ നടത്തുകയാണ് അന്നദാനം. പിന്നെ ജാതി മത ഭേദം ഒന്നുമില്ല, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഇവിടെ വരും. കൂടുതൽ ഒരുപാട് നല്ല പ്രായം തോന്നാൻ വേണ്ടിയായിരിക്കും അല്ലേ? ഞങ്ങളുടെ മൂന്ന് നമ്മളെ പറ്റി പറയാൻ പിടിച്ചു പോകുന്ന വേറെ കാര്യമുണ്ടോ? ഉണ്ടായിട്ട് ആ കാര്യം പിന്നെ ഇത് വർഷത്തെ ഒന്നല്ലേ ഉള്ളൂ, ആ കാര്യം പിന്നെ അതെ അല്ലേ? ഗണേശനും ഒരു കണക്ഷനും ഇല്ലെന്നുള്ള ഞാൻ നിങ്ങളുടെ നമ്പർ എവിടെ കൊണ്ട് ഇവർക്ക് അടുത്ത് സർവീസ് സെന്റർ ഉണ്ടെന്നേ മുത്തൂറ്റിന്റെ വിഷയമില്ല, നമുക്ക് വിഷയമില്ല. അതൊക്കെ ശരിയാ. ചിരിച്ചാണിക്ക് ചുമ്മാരടി ഇതുണ്ടോ ഇതുണ്ടോ സ്ഥലം കാണിച്ചത് ഇതുണ്ടോ? എന്തായാലും കേറാൻ പറ്റിയല്ലേ? കേറി നല്ല കാര്യം ആണല്ലേ? ഒരു ക്ഷീണം തോന്നില്ല. ഇപ്പൊ കേറുമ്പോ ഇങ്ങനെ ഒരു ക്ഷീണം തോന്നില്ല. നിങ്ങൾ ഏത് ഞങ്ങൾ അടുത്തോളാം മുണ്ടക്കെ മുണ്ടകയത്തെ കഞ്ഞി കുടിക്കാൻ പോവാണ്. ഞങ്ങളിത് കഞ്ഞി കുടിക്കാൻ പോവാണ്. ഗണേശേട്ടൻ ഞങ്ങൾക്ക് കഞ്ഞി മേടിച്ചേരാൻ കൊണ്ടുപോവാണ്. ഗണേശേട്ടൻ മാത്രമേ അറിയത്തുള്ളൂ കഞ്ഞി എവിടെയാണ് കിട്ടുന്നത്. കഞ്ഞിയൊക്കെ തീർന്നു, അവിടെ ഇവിടുന്ന് പാക്ക് ചെയ്തു. കഞ്ഞി വേണോ? വേണം മേടിച്ചു തരാം. ചായ കാപ്പി ചേച്ചി വെള്ളം കുടിക്കട്ടെ. എനിക്ക് അവിടെ നിന്ന് വേണ്ടായിരുന്നു, ഇപ്പം വേണ്ടായിരുന്നു. എനിക്കിപ്പം വേണ്ടേ. ഉണ്ടിക്ക് വേണ്ടേ? നാരങ്ങ വെള്ളം വേണ്ടേ? ഞാൻ കഞ്ഞി കുടിച്ച നാരങ്ങ വെള്ളം വേണമെന്ന് ചോദിച്ചു. നാരങ്ങ മേടിച്ചു നാരങ്ങ വെള്ളം ഇരിക്കാൻ തന്നെയല്ലേ? ഇരിക്കാനുള്ളതാണ്, പക്ഷെ കാത്തിരിക്കുന്നു.
പരാതി കൊടുക്കണം. ചപ്പാത്തി നീ താമസിച്ചു ഞാൻ അവിടെ ഇരുന്ന് കാനന ഭംഗിയൊക്കെ പിന്നല്ലേ കുറച്ച് മതിയാവും കുഴപ്പമില്ല. കുളിക്കണ കുളിച്ചു. അല്ല ഒരു കാര്യം ചെയ്യാം, ഇതൊന്ന് പിടിച്ചേടാ. ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടോ? ഇത് പിന്നെ നിങ്ങൾ ഇവിടെ അണക്കാവളി ചെയ്തിട്ടുണ്ടോ? നിങ്ങളിവിടെ തങ്ങുവാനാണോ ഉദ്ദേശം? അതന്നെ. ശരിക്കും ഇവിടുത്തെ പരിപാടി തുടങ്ങുന്നത് ഊരായ്മ കയറി വരുമ്പോഴാണ്. അത് വരുന്നത് 6 മണി കഴിഞ്ഞ്. ഊരായ്മ എന്ന് പറഞ്ഞാൽ വെളിച്ചപ്പാട്. അവിടുന്ന് അപ്പുറത്ത് കോസടി എന്ന് പറയുന്ന അമ്പലത്തിൽ നിന്ന് ഒരു വെളിച്ചപ്പാട് തുള്ളി ഇങ്ങോട്ട് വന്ന് ആ മലയിൽ നിന്ന് ഇറങ്ങി ഈ മല കയറി വരും. അപ്പോഴാണ് പരിപാടി തുടങ്ങുന്നത്. അതാണ് ഞാൻ കുടിച്ചത്. ചുമര ബക്കറ്റിൽ നിന്നാണോ ഓൾഡ് ബങ്ക് കുടിക്കുന്നത്? ഓൾമോസ്റ്റ് ചുമര ബക്കറ്റാണല്ലോ ഓൾഡ് ബങ്കിൻ്റെ കുപ്പി. പക്ഷെ പ്ലാൻ മാറ്റി. കുടിക്കാൻ നല്ല വെള്ളമാണ്. ഈ പ്രാവശ്യം വെള്ളമുണ്ട് ഇഷ്ടംപോലെ. കഞ്ഞി ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം. കഴിഞ്ഞ നേരത്തെ തീർന്നു തോന്നുന്നു. ഇന്നില്ലിനി എന്നാ തിരക്കായിരുന്നല്ലേ, അതുകൊണ്ട് തീർന്നു. കുറച്ച് കൊടുക്കും. എന്റെ യാത്ര നിങ്ങളെ ആശ്രമം ഒന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ എവിടെയാ? ഒരു പ്രശ്നവുമില്ല. എല്ലാം ഒന്നിനൊന്ന് പക്ഷെ എനിക്ക് നേരെ തിരിച്ചാ അവിടെ. നമ്മുടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ അറിയാം. പുള്ളിക്ക് കുഴപ്പമില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. അതന്നെ അല്ലടാ. എനിക്ക് വരുന്നില്ല. വേണ്ട, അവിടെ ചെന്നിട്ട് മതി. ഇല്ല, ഇത്ര നേരം നിങ്ങൾ ഇങ്ങനൊന്നും അല്ല, സ്കൂട്ടറിന് പുറകെ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞേ. 4 മേടിക്കാം, 5 മേടിക്കാം. കുറച്ച് ബാക്കി വെച്ചാൽ മതി. കുറച്ചുകൂടെ മതി. എല്ലാം പറയുന്നത് നമ്മുടെ ആ സ്നേഹബന്ധം, ആ എനിക്കറിയാം. പോട്ടെ അല്ലേ. നമ്മളെ പോലൊരു പങ്കാളി. വൈകുന്നേരം വരെ ഉള്ളതാണ്. ഇന്ന് ആള് കൂടുതലായിരുന്നോണ്ട് കഞ്ഞി തീർന്നു പോയി. ഉണ്ടെന്നാ പറഞ്ഞേ. മറ്റേ പുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്, നമുക്ക് തരും വേണേ. പുള്ളി തരാന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് ചോദിക്കുന്നോ അത് ഞങ്ങൾ തരും. അവരിരുന്ന് കഴിഞ്ഞാൽ പാടല്ലേ പറഞ്ഞിട്ടുള്ളത്. തവി
കഞ്ഞി കുടിക്കാൻ പറ്റാ. ഞങ്ങൾ കഞ്ഞി കുടിക്കുകയാണ്. ഇതിങ്ങ വില്യം പറഞ്ഞാൽ ഞാൻ ഇട്ടു പോകും. എങ്ങനെയാ പറഞ്ഞു? നമുക്ക് അത് ഏറുമാടത്തിൻ്റെ അവിടം വരെ പോകത്തില്ലേ? അപ്പുറത്ത് ആനയുണ്ട്. ഇങ്ങോട്ട് ഒത്തിരി പോകണ്ട, ആനയുണ്ടെന്ന് പറഞ്ഞ്. ഇറക്കോ വാള് എങ്ങനെയും കയറി പറ്റാം. ആ ചേട്ടൻ പറഞ്ഞു അതി അങ്ങോട്ട് പോകണ്ട, അവിടെ ആനയുണ്ട്. എവിടെ? അങ്ങോട്ട് അന്ന് അങ്ങോട്ട് പോകും. ഓടാനൊക്കെ പറ്റുന്നവർ പറഞ്ഞ ഒരു രസമുണ്ട്. ഒന്ന് ദൂരെ നിങ്ങളെ കണ്ടാൽ മതിയായിരുന്നു. ഞാനിപ്പോൾ ഏർമാടത്തിൻ്റെ മേളിൽ കിടന്ന് അത്യപൂർവമായി ഇവിടെയാണ് കാണിക്കുന്നത് കേട്ടോ. ഓട്ടെ, ഓക്കെ, ക്യാമറ റെഡി. കയറി പോകും. ആര് ആര് പറഞ്ഞു? പിന്നെ ആര് പറഞ്ഞു? അപ്പൊ കേറാതെ എങ്ങനെ ആംബുലൻസ് വിളിച്ചു വെച്ചോ കേട്ടോ. വെള്ളപ്പുറമാണ്. തിരിച്ചിറങ്ങുവാണ്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. ഭയങ്കര സ്പീഡാ. കിട്ടത്തില്ല. പക്ഷെ നമ്മൾ അനങ്ങാൻ നിന്നാൽ ഇത് നമ്മുടെ നേരെ വരത്തൊന്നുമില്ല. ആ, നമ്മളനങ്ങും. അതാ പറഞ്ഞത്, വീഡിയോ പിടിക്കാനായിരിക്കും. യൂട്യൂബ് ചാനലല്ല, നിങ്ങൾ മറ്റേ മാരേജ് വീഡിയോ പിടിക്കാനായിരിക്കും. പിന്നെ ഇവർ രണ്ട് മാത്രമല്ല, മറ്റേ ഹണിമൂണിന് ഇവിടെ ഇവിടെ തിരിഞ്ഞു നോക്കിയാൽ മതി. ഇതാണ് ഷോട്ട്. നമ്മൾ സെൽഫി കറക്റ്റ് ആനയും പറഞ്ഞു സെറ്റ് അകന്ന് നിൽക്കും. അല്ല, നമുക്ക് തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കാം. അവത്ത് നോക്കിയാ പോരെ? ആടുന്നുണ്ട്. അതാടിക്കോട്ടെ, ഇതടുത്ത് ഫ്രെയിം ആടത്തില്ല. ഇതിനല്ലേ അവിടെയാണ്. ആ, അപ്പുറത്ത് വാ. ഇവിടെ നിൽക്കും. ഇവിടെ നീ ഇങ്ങോട്ട് വാ. ഇവിടെ നില്ലേ, ഇവിടെ നീ അങ്ങോട്ട് പോയി. അടുക്ക. ഗണേശന്റെ ഫോണിൽ എൻ്റെ ഒരു ഫോട്ടോ എടുത്തേ. ആരും അനങ്ങല്ലേ? നീ ആണ് അനങ്ങുന്നത്. അതെ, ഞങ്ങൾ വിറയ്ക്കുക. ആ, ഞാനൊക്കെ തോന്നുന്നു. വീഡിയോ ആണ് ആ, അതെടുത്തോ. എടുത്തോണ്ടിരിക്കുന്നത്. അത് ആ സാറിനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് മതി.
എന്റെ സുഖത്തെയാണോ എൻജോയ് ചെയ്യുന്നത്? ആരാടാ നിനക്ക് വേറെ പേരൊന്നും കിട്ടിയില്ലേ? ജലജിനെ കൊണ്ടേ പറ്റത്തുള്ളൂ. ആനമാമെല്ലാം കയറി വന്നാൽ ഓടിക്കോ. എന്റെ പൊന്നെ കൂട്ടുകാരി ആ ഫോൺ മിനിഞ്ഞാന്ന് മേടിച്ചേ ഉള്ളൂ. അതിനകത്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വരുന്നുള്ളൂ. ആനമാമ അത് പോവാം. ഞങ്ങൾ പോവാടി. ഇങ്ങനെ പറയത്തില്ല ചേച്ചി, ഇതൊക്കെയാണ് ആവേശം കൊടുത്തിട്ടില്ല. അതെ അത് ഇത്ര നോക്കണേ, കട്ടയൊന്നും പിടിക്കല്ലേ. അടുത്ത 28 അടുത്ത പേര് കൊച്ചുകൂടെ മണ്ടയ്ക്ക്. വേണ്ട, അത് പോയതാ, അതേ കയറണ്ട. ഇനി ഇറങ്ങും മതി. ഐതിഹ്യം പറഞ്ഞേ അവർ റിപ്പോർട്ട് ചെയ്യണ്ടല്ലേ. കൈയടിച്ച് അവസാനിച്ച് എല്ലാവരും നമ്മുടെ ഈ നാട്ടിൽ എല്ലാം മറ്റുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഇവിടെ വന്നിട്ടാണ്. ഇവിടെ ആദ്യകാലങ്ങളിൽ കൂടെ ആദിവാസികളാണ് മറ്റു പൂജാരികളാണ്. അപ്പോൾ നമ്മളെ ഇപ്പൊ എല്ലാ മതത്തിലെ ആൾക്കാരും നമ്മുടെ ഈ മലയിൽ വന്ന് കാര്യങ്ങൾ പറയുകയും അതിന് എല്ലാ ചിട്ടകളും നടത്തി പോകുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇതാണ് ഏർമാട് പറയുന്നത്. പണ്ടുള്ള ആൾക്കാര് പണ്ടുള്ള ആൾക്കാർ ഇതുപോലെയുള്ള വനങ്ങളിൽ താമസിക്കുമ്പോൾ ഇതുപോലെ ഏർമാടം ഉണ്ടാക്കിയാണ് വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം നേടാൻ വന്യജീവികളിൽ നിന്ന് സംരക്ഷണം നേടാനുള്ള ഒരു ഇതാണ് നമ്മുടെ ഈ ഇതിന് ആനമാടം എന്ന് പറയും, ഏർമാടം എന്ന് പറയും. ആനകളെ പേടിച്ചാണ് നമ്മൾ ഇതുപോലെ മരത്തിന്റെ മണ്ടയിൽ ഇതുപോലെ വെച്ച് കെട്ടി താമസിക്കുന്നത്. ആളുണ്ട്, ആരും അറിയണ്ട. ഞങ്ങൾ തുണി വേണം വലിച്ചു പിടിക്കാം. ഇവിടെ കുഴപ്പമില്ല, എങ്ങനെയല്ലേ താഴെ ഇറക്കണ്ടേ, വേറൊന്നുമല്ല. അങ്ങോട്ടാ ഇന്നത്തെ പത്രം വായിച്ചിട്ട് ഒത്തിരി ദിവസമായി. അല്ല, ഇന്നത്തെ പത്രം വായിച്ചിട്ട് ഒത്തിരി ദിവസമായി. അതുകൊണ്ടാണ് അളിയമ്പാ ആ മാറിയെന്നോ അല്ലെങ്കിൽ എടുത്തോണ്ടിരിക്കുക. ആ എടുത്തിട്ടുണ്ട്. വീഡിയോയാ. ആ വാ. ക്യാമറ എവിടെ ചേട്ടാ? അതാണോ? അതാ അറിയില്ല. അല്ല നമുക്ക് ഇത് എടുത്തോണ്ടിരിക്കുന്നുണ്ടോ? ഈ ക്യാമറ ഇത് കാണുമ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കും. അതാ. അപ്പോൾ നമ്മുടെ ചേട്ടൻ ആണ് ഇവിടെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് കൊടുക്കണം. നമ്മുടെ ഇത്രയും ദൂരം കയറി വന്നാണ് ഈ സ്ഥലത്ത് ആൾക്കാർ അറിയത്തില്ലാത്തൊരു സ്ഥലങ്ങളാണ്. ആ സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പരിപാടിയാണ്. അതിൽ ഈ പുള്ളിക്കാരനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലപോലെ ഒരു യൂട്യൂബ് ചാനൽ നല്ലൊരു ഇതാക്കി വരുത്തുക കേട്ടോ. ഓക്കെ. ഇങ്ങനെ ഇറങ്ങി താഴെ പോയതിന്റെ വൈകി നമുക്ക് വൈവണമെന്നുണ്ടല്ലേ? അതെ, അടുത്ത പ്രാവശ്യം പ്ലാൻ ചെയ്ത് തന്നോ? അടുത്ത പ്രാവശ്യം പ്ലാൻ ചെയ്ത് പുള്ളികളാണെങ്കിൽ ഒരു സെറ്റ് സിംഗിൾ
എവിടെയാ ശരിക്കും പുള്ളി എവിടാ? എന്നെ കൊണ്ട് പോകുന്ന ആളുടെ പോക്കും എനിക്ക് അല്ലല്ല, ഇവർ രണ്ടുപേര്. അതാ പറഞ്ഞു, തുടങ്ങുന്നുള്ളൂ പരിപാടി. 6 മണിയാവും. എങ്ങനെയുണ്ട്? അടിപൊളി. എല്ലാം വെച്ചോ? പോണ്ടാ. രാത്രി കണ്ടോട് കോഴി